ഹായ് ഫ്രണ്ട്സ്, TJS വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. കാറിൽ ഒരു നീന്തൽക്കുളമെല്ലാം സജ്ജീകരിച്ച് അതിന് ചുക്കാനെല്ലാം പിടിച്ച് കൂട്ടുകാരുമൊത്ത് ആർത്തുല്ലസിച്ച് റോഡിൽ കൂടി അപായകരമായ രീതിയിൽ വാഹനം ഓടിച്ചു എന്നുള്ള ആ കുറ്റം ചാർത്തി. ആ കുറ്റം തന്നെയല്ല, അതിനു പുറമെ ഇതിനു മുൻപ് 10ഓളം വീഡിയോസ് ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ഈ ഗതാഗത നിയമലംഘനങ്ങൾ തന്നെയാണ് ഒട്ടുമിക്ക വീഡിയോസിലുമുള്ളത്. ഇന്ന് റോഡിൽ വാഹനം ഓടിക്കുന്ന, അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്ന, കോപ്രായങ്ങൾ കാണിക്കുന്ന യുവാക്കളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ നൂറുകണക്കിന് വീഡിയോസ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ മറ്റു പലരും പോസ്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. അവർക്കെല്ലാം ഒരു പാഠമാകുന്ന നിലയിൽ ഈ സഞ്ജു ടെക്കി യൂട്യൂബറുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്തം റദ്ദ് ചെയ്യും എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത്, ഇങ്ങനെ വെറുതെ അങ്ങ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അതും ആജീവനാന്തം. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ട് ഇതിനെ കണക്ക് കൂട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ഇതിലും വലിയ അപകടകരമായ രീതിയിൽ വാഹനം വെച്ചിട്ടുള്ള ആളുകളുടെയും ലൈസൻസ് ഇങ്ങനെ റദ്ദ് ചെയ്യപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂയിങ് അതോറിറ്റിക്ക് അയാളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 21ഉം 22ഉമാണ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൽ സെക്ഷൻ 21ൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന റോഡപകടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഒരാൾ അക്യൂസ്ഡ് കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്ന രീതിയിൽ അയാൾക്കെതിരെ ഒരു കുറ്റപത്രം തയ്യാറാക്കപ്പെടുകയും ആ അപകടത്തിൽ ഒരാൾക്ക് വളരെ ഗുരുതരമായ രീതിയിൽ കൈയൊടിയുക, കാലൊടിയുക, അല്ലെങ്കിൽ മരണം സംഭവിക്കുക എന്നുള്ള രീതിയിലെല്ലാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ വാഹന നിയമം സെക്ഷൻ 19 പ്രകാരം അയാളുടെ ലൈസൻസ് അതൊരു കൊഗ്നൈസബിൾ ഒഫൻസ് എന്നുള്ള രീതിയിൽ കണക്കാക്കപ്പെടുകയും അയാളുടെ ലൈസൻസ് 6 മാസം മുതൽ 1 വർഷം വരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു അധികാരം ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂയിങ് അതോറിറ്റിക്ക് ഉള്ളതായിട്ട് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് മോട്ടോർ വാഹന നിയമം സെക്ഷൻ 22ന്റെ പരിധിയിൽ വരുന്നതാണ്. വളരെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയും അതൊരു ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള രീതിയിൽ കണക്കിലെടുത്തുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന് ഈ വ്യക്തിയുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് ഒരു സബ്മിഷൻ നൽകാവുന്നതും ബഹുമാനപ്പെട്ട കോടതി ഇത് പരിശോധിച്ചതിന് ശേഷം ഈ വ്യക്തിയുടെ ലൈസൻസ് എത്ര നാളത്തേക്കാണ് റദ്ദ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുകയുമാണ് പതിവ്. അത് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂയിങ് അതോറിറ്റി അറിയിക്കുകയും അത് അങ്ങനെ ഒരു എൻഡോഴ്സ്മെൻറ്റ് നടത്തുന്നതാണ് സാധാരണഗതിയിൽ പതിവ്. ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിശിതമായിട്ടുള്ള വിമർശനത്തിന് പാത്രഭൂതരായിട്ടുള്ള വ്യക്തിയാണ് ഈ സഞ്ജു ടെക്കി. അപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ നടപടിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിട്ട് സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്കായിരിക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഈ തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതുപോലുള്ള കർശനമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും ഗതാഗത വകുപ്പ് കമ്മീഷണറുടെയും എല്ലാം അറിവോടും അവരുടെ സമ്മതത്തോടും കൂടിയായിരിക്കും ഇപ്പോൾ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO ഇത് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇത് ഇന്ന് ഇതുപോലുള്ള രീതിയിൽ യൂട്യൂബിൽ വീഡിയോസ് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് തക്കതായിട്ടുള്ള ഒരു മറുപടിയാണ്, നല്ലൊരു സൂചനയാണിത്. ഇങ്ങനെ ഏത് തരത്തിലുള്ള നിയമലംഘനങ്ങൾ കാണിച്ചാലും അത് കാണാൻ ആളുണ്ടെന്നും അതുമൂലം അതിൽ നിന്ന് കിട്ടുന്ന റീച്ച് അത് ഉപയോഗിക്കാനുമുള്ള ആ ഒരു അഹന്തയും അഹങ്കാരവും. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷവും ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടിക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ ആ വീമ്പിളക്കൽ നമുക്ക് കേട്ടാൽ തന്നെ മനസ്സിലാക്കും. എന്തെല്ലാം കമ്മ്യൂണിറ്റി സർവീസും ഏതെല്ലാം തരത്തിലുള്ള ആതുര സേവനമോ ട്രെയിനിങ്ങോ നേടിയാൽ പോലും ഇദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ ആ സമൂഹ മാധ്യമങ്ങൾ കൂടി എടുത്തു കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു സൂചനയാണ്. തീർച്ചയായിട്ടും മോട്ടോർ വാഹന വകുപ്പിനും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും അഭിനന്ദനങ്ങൾ. ഇതുപോലുള്ള രീതിയിലുള്ള തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ റോഡിൽ കാഴ്ചവെക്കുന്ന എല്ലാ യുവാക്കൾക്കും ഉള്ള ഒരു സന്ദേശമാണിത്. അതുകൊണ്ട് കരുതിയിരിക്കുക. യൂട്യൂബേഴ്സ് ആയാലും ഇനി ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്ന ഈ യുവാക്കളും കരുതിയിരിക്കുക എന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ആജീവനാന്തം റദ്ദ് ചെയ്യുക എന്നുള്ളത് നടപ്പിലാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ പലർക്കും സംശയം ഉണ്ടാകും, ഇപ്പോൾ ഈ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഈ താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെടുക, എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം? ഇപ്പോൾ ഒരു ലൈസൻസ് ആജീവനാന്തം റദ്ദ് ചെയ്തു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇനി ഒരിക്കലും ഒരു തരത്തിലുള്ള വാഹനങ്ങളും ഓടിക്കാനായിട്ടുള്ള അനുമതി ലഭിക്കില്ല. പക്ഷേ
എന്തായാലും അതിന് ഒരു പരിഗണന ഈ സഞ്ജു ടെക്കി എന്നുള്ള ഈ യൂട്യൂബർക്ക് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രമാത്രം അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രകടനമൊന്നുമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹം മേൽക്കോടതികളെ സമീപിച്ചാലും അതിലൊരു പരിഗണന ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ മോട്ടോർ വാഹന നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൽ ഒരു പരിഗണന ലഭിക്കാനായിട്ടൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതിപ്പോൾ ഒരു 5 വർഷത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെട്ടത് എന്നുണ്ടെങ്കിൽ ഇനി അദ്ദേഹം ചെയ്യേണ്ടി വരിക ഈ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ലൈസൻസ് ക്യാൻസലായി പോയി. പിന്നീട് അദ്ദേഹം വീണ്ടും ലേണേഴ്സ് ലൈസൻസ് എല്ലാം എടുത്ത് ഇതുപോലെ ഏതെല്ലാം വാഹനങ്ങളാണ് ഓടിക്കേണ്ടത് അതെല്ലാം ഈ പറയുന്ന H ആണെങ്കിലോ 8 ആണെങ്കിലോ അതുപോലെ ഗ്രൗണ്ടിലും റോഡിലുമെല്ലാം ഓടിച്ച് കാണിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇനി പുതിയൊരു ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഒരാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. ആ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന കേസ് പ്രത്യേകിച്ചും ഒരു റോഡ് അപകടങ്ങളിലെല്ലാം പെടുന്ന ആളുകൾ അയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ സസ്പെൻഷൻ്റെ കാലാവധി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൈസൻസ് ആ സസ്പെൻഷൻ്റെ കാലാവധി ആ ലൈസൻസിൻ്റെ പർട്ടിക്കുലേഴ്സിൽ രേഖപ്പെടുത്തിയതിന് ശേഷം അത് തിരിച്ചു നൽകുന്നതാണ് പതിവ്. അപ്പോൾ അതിനുശേഷം ഈ സസ്പെൻഷൻ്റെ കാലാവധി പീരീഡ് കഴിഞ്ഞിട്ട് അയാൾക്ക് ആ വാഹനം ഓടിക്കുന്നതിന് തടസ്സമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതുമാണ് ഈ സസ്പെൻഷൻ്റെ പ്രത്യേകത.